നമസ്തേ, ജനശബ്ദത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പുറത്തുവന്ന വാർത്ത ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്നാണ്. തൊട്ടുപുറകെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം. നിലവിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് ഗോവിന്ദന്റെ പ്രഖ്യാപനം. അതായത് ശബരിമല യുവതീ പ്രവേശനത്തിലെ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷേ ആ വാക്കുകൾക്കിടയിലും വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ തീരുമാനം പറയേണ്ടത് കോടതിയോ നിയമങ്ങളോ അല്ല, ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരാണെന്നും പണ്ഡിതരാണെന്നും CPM പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ സർവത്ര ആശയക്കുഴപ്പമാണ് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തോടെ ഇപ്പോൾ വന്നിരിക്കുന്ന നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. ജനശബ്ദം പരിശോധിക്കുന്നു. CPMന് അഴകുഴമ്പൻ നിലപാടോ? ജനശബ്ദം ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ അതിഥിയായി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അഴകുഴമ്പൻ നിലപാടോ CPMന്റേത് എന്നാണ് ജനശബ്ദം പരിശോധിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടന്നു. MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിന്റെ ആ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. ശബരിമല യുവതീ പ്രവേശനം സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട് നാളെ അറിയിക്കണം. അപ്പോൾ പാർട്ടിയുടെ ഒരു നയം എന്താണ്? സർക്കാരിന് നയപരമായി ഉദ്ദേശിക്കേണ്ടത് LDF-ഉം CPM ആണല്ലോ. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ CPM? അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് വിവിധ കാര്യങ്ങളുണ്ടല്ലോ. നിയമപരമായിട്ട് ഭരണഘടനാപരമായ കാര്യമാണ് പരിശോധിക്കുന്നത്. അത് പരിശോധിച്ച് ആവശ്യമായ നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് അതിന് ഉചിതമായ മറുപടി നൽകണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. അല്ലല്ല, ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇന്നത്തെ പരിസ്ഥിതി തന്നെ പറയുന്നത് വിശദീകരിക്കേണ്ടത്. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എഫിഡവിറ്റിന്റെ ഭാഗമായിട്ട് കൊടുത്ത കാര്യം അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് കൂടി ചർച്ച ചെയ്യുമ്പോൾ പരിഗണിക്കുക. അത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. കേക്ക് പറയുന്നത് യുവതീ പ്രവേശന നടപടി വേണോ വേണ്ടയോ എന്നുള്ളതല്ല സുപ്രീം കോടതിയുടെ ചോദ്യം. 7 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. ആ 7 ചോദ്യങ്ങളിൽ ഈ പറയുന്ന രീതിയിൽ സ്ത്രീകളുടെ പ്രവേശനം വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമില്ല. വീണ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്. വീണയുടെ റിപ്പോർട്ടിന് ശേഷം അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക് വരാം. വീണ, സർവത്ര ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഈ ആചാര സംരക്ഷണത്തിൽ നിലപാടെടുക്കും CPM സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സർക്കാർ നാളെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ആ നിലപാട് അറിയിക്കാൻ പോകുന്നു എന്ന വലിയ വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. തൊട്ടുപുറകെ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ടായി. എന്താണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? വളരെ ചുരുക്കി വീണ. സമയങ്ങൾക്ക് മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മറുപടികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഉരുണ്ട് കളിക്കുന്ന ഒരു മറുപടിയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കൊക്കെ നൽകിയത്. ഈ ആചാരം സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടൊരു മറുപടി നൽകിയിട്ടില്ല. കാരണം ഈ എന്ത് തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത് അത് കൃത്യമായി തന്നെ പണ്ഡിതരുമായി ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ അനാവശ്യമായൊരു ചർച്ചയിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ആചാരം സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരിക്കും നാളെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലമായി നൽകുക എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി ചേരുന്നുണ്ട്. അതിനുശേഷം സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ MV ഗോവിന്ദന്റെ നിലപാടിൽ നിന്ന് അതേ
നിലപാട് തന്നെയായിരിക്കും സർക്കാർ തുടരുക എന്നുള്ളതാണ് അറിയേണ്ടത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആചാര ലംഘനത്തിന് വീണ്ടും കുടപിടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തിരിച്ചടി അത് ആവർത്തിക്കുമോ എന്നുള്ള ആശങ്ക നേതാക്കൾക്കിടയിലുണ്ട്. അതിനാൽ തന്നെ ആ ആശങ്ക പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ കടക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നാൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാനില്ലാത്തത്. നീലിമ, അതാണ് വീണ, കൃത്യമായ നിലപാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇപ്പോൾ ഇല്ല. അഡ്വക്കേറ്റ് ജയസൂര്യൻ, മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് തിരുത്തി എന്നുള്ള വലിയ വാർത്ത പുറത്തു വരുന്നത്. തൊട്ടുപുറകെ ഇപ്പോൾ MV ഗോവിന്ദന്റെ വാക്കുകളും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് അങ്ങേക്ക് മനസ്സിലാകുന്നത്? CPM-നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അവര് ഡബിൾ സ്റ്റാൻഡിലേക്ക് പോകുന്നു എന്നാണ് MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്കിപ്പോൾ ഊഹിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് മുൻപ് നൽകിയ സത്യവാങ്മൂലം തിരുത്തേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ യുവതീ പ്രവേശത്തിന്റെ കാര്യത്തിൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാർ എടുത്ത നിലപാടിൽ പഴയ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ആ പറയുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് തീരുമാനമാണ് എന്നുകൂടി പറയുമ്പോൾ ഈ സെക്രട്ടേറിയറ്റ് തീരുമാനത്തെ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് പുറത്തു വരാൻ പോകുന്നത്. പാർട്ടിയുടെ നിലപാട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിലെ സഖാക്കന്മാരെയും തീവ്ര നിലപാടുള്ളവരെയും സമാധാനിപ്പിക്കുകയും എന്നാൽ വർത്തമാനകാല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാട് മറ്റൊന്നായിരിക്കും എന്നുള്ള സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാർട്ടിക്കാരോട് പറയും പാർട്ടി നയം മാറ്റിയിട്ടേയില്ല, പക്ഷെ സർക്കാർ നയം മാറ്റി. എന്താ കാരണം? ഇല്ലെങ്കിൽ സർക്കാർ താഴെ പോകും, മൂന്നാം ഊഴൽ ലഭിക്കുകയില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നിലപാട് ഭദ്രവും ഉറച്ചതുമാണ്, പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ളതാണ്, യാതൊരു വിട്ടുവീഴ്ചയുമില്ല, ഞങ്ങൾ വെള്ളം ചേർക്കുകയില്ല, ആദർശത്തിൽ അടിയുറച്ചു നിൽക്കും എന്നെല്ലാം പറയുമ്പോൾ പക്ഷെ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് സർക്കാർ താഴെ പോകുമെന്നുള്ളത് കൊണ്ടും മൂന്നാം ഊഴം കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടും സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ടാകാം. അതിന് ഞങ്ങളെന്ത് വിളിച്ചു? അതായത് പാർട്ടി ഇങ്ങനെയാണ്, സർക്കാർ അങ്ങനെയാണ്. ഇതിനെയാണ് ഞാൻ ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ CPM-നോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കോ യാതൊരു മടിയുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്ന വിശ്വാസം, ആചാര അനുഷ്ഠാനം, തന്ത്രിമാരുടെ തീരുമാനം, പണ്ഡിതന്മാരുടെ നിർദ്ദേശം ഇതൊന്നും പാർട്ടിയെ ബാധിക്കില്ല. പക്ഷെ അതേ സമയത്ത് അവർ പറയും ഇത് സർക്കാരിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് സർക്കാരിന്റെ നിലപാട് മറ്റൊന്നായിരിക്കും. ഇതിനെയാണല്ലോ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പ് തന്നെ MV ഗോവിന്ദൻ അത്തരത്തിലൊരു നിലപാടെടുത്തിരുന്നു അഡ്വക്കേറ്റ് ജയസൂര്യൻ. പാർട്ടിയുടെ നിലപാടും സർക്കാരിന്റെ നിലപാടും ഒന്നാകണമെന്നില്ല എന്നുള്ള ഒരു മുൻകൂർ ജാമ്യം നേരത്തെ തന്നെ MV ഗോവിന്ദൻ എടുത്തിരുന്നു. ഇപ്പോൾ CPM-ന്റെ ഒരു സംഘടനാ സംവിധാനം നോക്കുകയാണെങ്കിൽ ഇത്ര നയപരമായ ഒരു തീരുമാനം, ഇത്ര വലിയൊരു തീരുമാനം എടുക്കണമെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയില്ലാതെ, അവിടെ തീരുമാനമില്ലാതെ ഒറ്റയ്ക്ക് മന്ത്രിസഭയ്ക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് CPM-നെ അറിയാവുന്ന ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. CPM-ന്റെ സംഘടനാ സംവിധാനം പരിശോധിക്കുന്ന അറിയുന്ന ഒരാൾക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മാർച്ച് 14 എന്ന് പറയുമ്പോൾ വളരെ നിർണായകമാണ് ഈ ഘട്ടത്തിൽ. മാർച്ച് 14 മുമ്പ് ബന്ധപ്പെട്ട കക്ഷികൾ സത്യവാങ്മൂലം നൽകണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ നാളെ സുപ്രീം കോടതിയിൽ എന്ത് പറയുമെന്നുള്ള അനിശ്ചിതത്വം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമായ ഒരു ഇരട്ടത്താപ്പാണ്. അണികളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങൾ നിലപാട് തിരുത്തുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ സർക്കാരിനെ കൊണ്ട് ഇന്ന് മന്ത്രിസഭായോഗം വൈകുന്നേരം ചേരാൻ പോകുന്നുണ്ട്. ആ മന്ത്രിസഭായോഗത്തിൽ ഇത്തരത്തിൽ യുവതീ പ്രവേശന നിലപാട് തിരുത്തും, ആ തീരുമാനമെടുത്തു മന്ത്രിസഭായോഗം എന്ന് പറയുന്നു. അപ്പോൾ അണികളെ വിഡ്ഢികളാക്കാനുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ള ഒരു നമ്പർ മാത്രമല്ലേ ഇന്ന് MV ഗോവിന്ദനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം, ഇപ്പൊ ദാസ് ക്യാപിറ്റൽ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണെങ്കിലും ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒന്ന് തുടരുക. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും ശിവദാസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്ന് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ എടുത്ത തീരുമാനങ്ങൾ അറിയാമല്ലോ. പാർട്ടി അതിന് വിരുദ്ധമായൊരു നിലപാട് പറയുക കൂടി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്
ഈ നിലപാടുകളെ കാണുന്നത്? ഈ വാർത്തയോടെ എന്താണ് ശിവദാസ് പ്രതികരിക്കുന്നത്? മേഡം, ഇത് പറഞ്ഞാൽ വേറെ ശുദ്ധ തട്ടിപ്പാണ്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ശുദ്ധ തട്ടിപ്പാണ്. ഇവര് വോട്ടിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലപാട് മാറ്റിയെന്നുള്ളത്. ഒരു 10,000 പേരേക്ക് ഇപ്പോഴും കേസിൽ കിടക്കുവോ അറിയാവോ? അതെ, അന്നത്തെ ആ കേസ് ഇപ്പോഴും 14,000 പേരിന്റെ കേസ് ഇപ്പോഴും കിടക്കാം. ഇത് കേസ് ഒഴിവാക്കും അവര്? ഒഴിവാക്കത്തില്ല. പിന്നെ ഇതിപ്പോ വോട്ട് ബാങ്കിന് വേണ്ടി ഇപ്പൊ നിലപാട് മാറ്റുന്നു എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ജയസൂര്യ സാറ് ഇതിപ്പോ ഇതിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഹലോ, ശരി, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ ഇത് ശുദ്ധ തട്ടിപ്പാണ്. അത് ഈ പിന്നെ ഗോവിന്ദൻ സാറെന്നും ഗോവിന്ദൻ മാഷെന്നും അങ്ങനെ ഗോവിന്ദൻ മാഷല്ല, പാർട്ടി ക്ലാസ് എടുത്തതിന് മാഷാ, അല്ലാതെ സ്കൂളിൽ പഠിച്ച മാഷല്ല, പഠിച്ച മാഷല്ല. ഇങ്ങനെ പാർട്ടി ക്ലാസ് എടുത്തുകൊണ്ടുള്ള ആ പേരാണ് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത്. അല്ലാതെ സ്കൂളിൽ ഇങ്ങനെ പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല. പിന്നെ ഇങ്ങനെ എന്തിനാ ഗോവിന്ദൻ മാഷ് അങ്ങനെ പറയുന്ന 10 മിനിറ്റ് കഴിയുമ്പോൾ നിലപാട് മാറ്റി ഒരു ഉളുപ്പില്ലാതെ കാര്യങ്ങൾ പറയുന്ന ഈ സാധനത്തിലേക്ക് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല മേഡം. വളരെയധികം നന്ദി ശിവദാസ്. ഈ ഘട്ടത്തിൽ ജനൻ ടിവിയോട് പ്രതികരിച്ചതിന് താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ശബരിമല ആചാര സംരക്ഷണ കാലത്ത് ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിട്ടുള്ളത്. ഇന്നും പലർക്കുമെതിരെ കേസുകൾ നിലനിൽക്കുകയാണ്. ആ കേസുകൾ പിൻവലിക്കാൻ കഴിയാതെ ജീവിതം തന്നെ നരകയാതന അനുഭവിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ആ കേസുകൾ പിൻവലിക്കുകയാണ് യഥാർത്ഥത്തിൽ ആദ്യം വേണ്ടത് എന്നാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്. പ്രേക്ഷകന്റെ വികാരം കേരളത്തിന്റെ വികാരം തന്നെയാണ്. കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ കുടുംബങ്ങളുടെ വികാരമാണ്. ഇവിടെ പാർട്ടിക്ക് ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്ന ഗതികേടിനെ സംബന്ധിച്ച് പറയാം. അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധികാരത്തിൽ വന്ന 53 രാജ്യങ്ങളിൽ കേരളത്തില് മാത്രമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന് ജനാധിപത്യ ഭരണക്രമത്തെ അംഗീകരിച്ചു എന്നവർ അഭിനയിക്കുന്നത്. ആ സമയത്ത് പാർട്ടിക്കുള്ളിൽ ആശയപരമായിട്ടുള്ള സംഘർഷമുണ്ടായി. അപ്പോൾ പറഞ്ഞത് ഇതൊരു അടവു നയം മാത്രമാണ്. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത്, ഇത്ര വലിയ ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യത്ത് നമുക്ക് ആയുധത്തിലൂടെ അല്ലെങ്കിൽ അക്രമത്തിലൂടെ വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക സാധ്യമല്ല. അധികാരം തോക്കിൽ കുഴലിലൂടെ പിടിച്ചെടുത്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ഏത് രാജ്യത്താണെങ്കിലും അവിടെ നടക്കുന്ന വലിയൊരു വിപ്ലവത്തിന്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് നേടിയെടുത്തത് എന്ന നിലയിൽ ആ വിപ്ലവ വിജയത്തിന്റെ ഫലം അനുഭവിക്കുകയാണ് ഇവർ റഷ്യയിൽ ചെയ്തത്, ചൈനയിൽ ചെയ്തത്, മറ്റെല്ലാ ലോകരാജ്യങ്ങളിലും ചെയ്തത്. കേരളത്തിൽ ഇവർ ചെയ്തത് മറിച്ചല്ല. കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ വലിയൊരു വിപ്ലവം നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും അടക്കം കേരളത്തിന്റെ പിന്നോക്ക വ്യത്യാസമില്ലാതെ സാമൂഹ്യ രംഗത്ത് നടത്തിയ വലിയ പരിഷ്കരണം, ആ പരിഷ്കരണം ഉഴുതു മറിച്ചിട്ട മണ്ണിലാണ് കമ്മ്യൂണിസം അതിന്റെ വിത്ത് വിതച്ച് വിളവ് കൊയ്തത്. ഇവിടെ അധികാരം നേടണമെങ്കിൽ വിപ്ലവം പാടില്ല, വിപ്ലവം നടക്കില്ല എന്നവർക്ക് അറിയാമെന്നതുകൊണ്ടാണ് ഇന്ത്യയില് ജനാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ട് അവര് അധികാരം പിടിച്ചെടുത്തത്. അതിന് അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അടവു നയം. ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര പ്രകാരം ഞങ്ങൾ ഒരിക്കലും അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ എറണാകുളത്ത് നിന്നും വിനോദ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിനോദ്, എന്താണ് ഈ വിഷയത്തിൽ വിനോദിന്റെ പ്രതികരണം? നമസ്തേ. ഇത് ശരിക്കും പറഞ്ഞാല് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇത് വെറും വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള ഒരു നാടകമാണ് ഇപ്പൊ കളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് രണ്ടും പറയാത്ത പോലെ ഇതാവുന്നത്. അത് ഒരു കൂട്ടർ പറയണോ അത് ഇതാവുന്നു, ഗോവിന്ദ മാഷ് പറയണോ, ഗോവിന്ദ മാഷ് പറയുന്നത് അത് തീരുമാനിച്ചിട്ടില്ല, മാറ്റില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ഒരു ഭാഗത്തെ സംതൃപ്തിപ്പെടുത്തും വേണം, മുസ്ലിം വോട്ടേഴ്സിനെ സംതൃപ്തിപ്പെടുത്തും വേണം, അതേസമയം ഹിന്ദുക്കളെ സംതൃപ്തിപ്പെടുത്തും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇരട്ടത്താപ്പ് വരില്ല. ഇത് അല്പമില്ല, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. EF അച്യുതാനന്ദനെ കാണിച്ച് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോ വേറെ ആളെ മുഖ്യമന്ത്രിയായ സ്ഥലം നാടല്ലേ ഇത്. അപ്പൊ ഇതിലും അപ്പുറത്തൊന്നും അവരുടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തവണ ജനങ്ങള് കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതിന് കൊടുത്തിരിക്കും. ഓക്കെ, താങ്ക് യു. വളരെയധികം നന്ദി വിനോദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമ്മൾ പറഞ്ഞു വെച്ചത് CPM-ന്റെ ഈ അടവ് നയത്തെ കുറിച്ചാണ്. ഈ അടവ് നയം അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി മാറ്റുകയാണ് CPM ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശരിയാണ്.
അടവ് നയം എന്നുള്ള വാക്ക് തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് തന്നെ അവർ സ്വീകരിക്കാൻ കാര്യം ഞങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ലക്ഷ്യം വേറൊന്നാണ്. പക്ഷേ വർത്തമാനകാല സാഹചര്യത്തിൽ സാമൂഹികമായിട്ട് വിജയിപ്പിക്കാനുള്ള കഴിവ് പാർട്ടിക്കില്ല, ജനങ്ങൾ പാർട്ടിയെ അനുകൂലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഞങ്ങൾ ജനവികാരത്തോടൊപ്പം നിൽക്കുന്നു. ഇല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും, അധികാരമില്ലാതാകും. അതുകൊണ്ട് പാർട്ടിയെയും അധികാരത്തെയും രക്ഷിക്കാൻ വേണ്ടി, അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി ഞങ്ങൾ ഈ നിലപാടെടുക്കുന്നു. പക്ഷെ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് യുവതീ പ്രവേശത്തിന് എതിര് തന്നെയാണ്. ഇതാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ. പക്ഷെ ഇവിടെ കേരള സമൂഹം എത്ര തവണ വിഡ്ഢിയാകും എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഒരു തവണ കേരളീയ സമൂഹം വിഡ്ഢിയായി. ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നും കേസിൽ കുടുങ്ങിക്കിടക്കുന്നു. 5 പേർക്ക് അന്ന് ജീവഹാനി ഉണ്ടായി. ആ സമരവുമായി ബന്ധപ്പെട്ട 5 ഭക്തന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതൊക്കെ കേരളത്തിന്റെ സാമൂഹ്യകാല സാഹചര്യം മറക്കുന്ന കാര്യമല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പാർട്ടിയെ തൃപ്തിപ്പെടുത്തുകയും വേണം, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുകയും വേണം. ഈ ഇരട്ട സംവിധാനമുണ്ടല്ലോ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവരുടെ ട്രേഡ് യൂണിയനുകളെ കൊണ്ട് പാർട്ടിക്കെതിരെയും ഗവൺമെന്റിനെതിരെയും സമരം നടത്തും. അങ്ങനെ ഒരു നയമുണ്ട്. ഇപ്പൊ അധികം കേൾക്കുന്നില്ല എങ്കിലും പണ്ട് അങ്ങനെ ഒരു നയമുണ്ടായിരുന്നു. എന്നിട്ട് അതിനകത്ത് പറയുന്നത് സമരവും ഭരണവും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ്. അതായത് പാർട്ടി ഭരിക്കുമ്പോൾ പാർട്ടിക്കെതിരെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ സമരം നടത്തുകയും എന്നാൽ അതേ പാർട്ടി തന്നെ ഭരണം നടത്തുകയും ചെയ്യുമ്പോൾ സഖാക്കന്മാര് പലരും ചോദിക്കും, ജനങ്ങളും ചോദിക്കും, ഇതെന്താ ഇങ്ങനെ? നിങ്ങളല്ലേ ഭരിക്കുന്നത്, അതെ, അതെന്താ ഇങ്ങനെ എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇപ്പോൾ ശ്രീജിത്ത് നേമത്ത് നിന്നും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത് പറയൂ, ഇക്കാര്യത്തിൽ എന്താണ് ശ്രീജിത്തിന് തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിപ്പം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വോട്ട് പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. മുഖ്യമന്ത്രിക്കോ ഈ സംസ്ഥാന സെക്രട്ടറിക്കോ വാർത്താ സമ്മേളനം നടത്തി ഞങ്ങളെ ചെയ്തത് തെറ്റായിപ്പോയി, ജനങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക എന്ന് പറയാനുള്ള തന്റെടമുണ്ടോ? എങ്കിൽ ഈ പ്രസ്ഥാനം നമുക്ക് സ്വീകരിക്കാം. അവർ വാർത്താ സമ്മേളനം നടത്തി, മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ ഹിന്ദുക്കളോട് ചെയ്തത്, ശബരിമലയോട് ചെയ്തത് അനീതിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തന്റെ ഇടമുണ്ടോ മുഖ്യമന്ത്രിക്കും ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷിനും?